ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫ് പോലെയുള്ള ഒരു വീഡിയോ കേട്ടോ. ഇന്ന് ഞാനൊരു ഓഫീസിൻ്റെ ഇനോഗ്രേഷന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ പാല് കാച്ചാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി നാൾ കൂടിയാണ് അവരെയൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ കൊച്ചു കൊച്ചു വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. വാ. യെസ്, അപ്പോൾ ദേ നമ്മൾ ഓഫീസിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓഫീസ്. ഈ ഓഫീസിൻ്റെ ആട്ടോ ഇന്ന് ഇനോഗ്രേഷൻ. നമ്മുടെ സ്വന്തം മേരി ചേച്ചിയുടെ മനുചേട്ടൻ്റെ ഓഫീസാണ്. അപ്പോൾ ഈ ഓഫീസായിട്ട് എനിക്ക് ചെറിയൊരു ബന്ധമുണ്ട്. അതെല്ലാം ഞാൻ വഴിയെ പറയാം. അപ്പം നമ്മൾ റോസ് ചേച്ചിയും അതുപോലെ റോച്ചമ്മയായിട്ടാട്ടോ വന്നത്. 12 മണിക്കായിരുന്നു ഇനോഗ്രേഷൻ. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീനിയറും അതുപോലെ തന്നെ അവരുടെ പേരൻസും എല്ലാം കൂടെ ചേർന്നിട്ടായിരുന്നു കേട്ടോ ഇനോഗ്രേറ്റ് ചെയ്തത്. സാധാരണഗതിയിൽ ഇനോഗ്രേഷൻ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് ഒന്ന് അകത്ത് കയറുന്നതല്ലേ. പക്ഷേ ഇത് പുറത്ത് അത്രയും സ്പേഷ്യസ് അല്ല കേട്ടോ. വരാന്തയിൽ ഒട്ടും സ്പേസ് ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ആരും ഇറങ്ങിയിട്ടില്ലായിരുന്നു. നമ്മൾ അകത്ത് തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് വിളക്ക് കൊളുത്തുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ അവരുടെ പേരൻസും അതുപോലെ സീനിയേഴ്സും എല്ലാം കൂടെ ചേർന്ന് സന്തോഷമായിട്ട് വിളക്ക് കൊളുത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം അവരൊത്തിരി വർഷം കൂടിയിരുന്ന് ഭയങ്കര ആഗ്രഹിച്ച് ചെയ്ത ഒരു ഓഫീസാണ്. അതുപോലെ അതിൻ്റെ ഒരു ഓപ്പണിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഹാപ്പി മൊമെൻറ്റ് തന്നെയാണ്. ആ ഒരു സന്തോഷം അവരുടെ എല്ലാവരുടെയും ഫേസിലുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ചടങ്ങെന്ന് പറയുന്നത് ഫസ്റ്റ് വക്കാലത്ത് കൈമാറുകയാണ്. അതായത് ഫസ്റ്റ് വക്കാലത്ത് മേടിക്കുകയാണ്. അപ്പോൾ ഈ അഡ്വക്കേറ്റുമാരുടെയൊക്കെ ഓഫീസിൻ്റെ ഇനോഗ്രേഷന് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അത് ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ആ ചടങ്ങും അവരങ്ങനെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടി ചടങ്ങെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറേ സ്വീറ്റ്സും അതുപോലെ തന്നെ ചായയും എല്ലാം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് നമ്മളങ്ങനെ നിൽക്കട്ടെ. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ും അതുപോലെ മേരി ചേച്ചിയാണെങ്കിലും മനുഷ്യനാണെങ്കിലും എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ നമ്മുടെ റോച്ചമ്മയ്ക്കാണെങ്കിൽ പനിയും ചുമയൊക്കെ കാരണം വലിയ അനക്കമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ആളധികം മിണ്ടുന്നൊന്നും ഇല്ലായിരുന്നു കുറച്ച് നേരത്തേക്ക് കേട്ടോ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡബിൾ ഓക്കെ. പിന്നെ ഞാൻ തന്നെ ഓർത്ത് പോയി ഈ ആൾക്കാണോ പനിയും ചുമയെന്നൊക്കെ പറഞ്ഞതെന്ന്. എൻ്റെ കൂടെ ഒത്തിരി നേരം ഇരുന്ന് കഥയൊക്കെ പറഞ്ഞു. നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റോസ് ചേച്ചിയുടെ വീട്. അപ്പം ഞാൻ തിരിച്ച് വരുന്ന വഴി ചേച്ചിയുടെ വീട്ടിലും കൂടെ കയറിയിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ആരാന്ന് പറഞ്ഞു? കുറച്ച് സമയം കൊണ്ട് തന്നെ അവരുടെ ഫാമിലിയിൽ മൊത്തം എന്നെ പരിചയപ്പെടുത്തി. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഇത് ഗൗരിയുടെ വീടാട്ടോ. ഇവിടുത്തെ പാലുകാച്ചനാണ് വന്നത്. പാലുകാച്ചൊക്കെ രാവിലെ കഴിഞ്ഞു. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഒരു 1:30 ആയിട്ടുണ്ട്. ഇവരൊക്കെ ദൂരെ നിന്ന് വരുന്നതാണ്. ഗൗരിയുടെ വല്യമ്മയാട്ടോ. വല്യമ്മയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ തന്നെ വെള്ളമൊക്കെ എടുത്തു തന്നു. ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ചു. ഗൗരീനെ പോലെ തന്നെ ഒരു അടിപൊളി വീടാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെ ബെഡ്റൂം 2 ബെഡ്റൂമുണ്ട് വിത്ത് ബാത്റൂമുണ്ട്. അതുപോലെ ഒരു വലിയ സ്പേഷ്യസ് ആയിട്ടൊരു ഹാളുണ്ട്. അപ്പോൾ അതിനിപ്പോൾ മേളിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കാണാം. അപ്പോൾ ഗൗരി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. ഇതൊന്നും ഫർണിഷ്ഡ് ആക്കിയിട്ടില്ല, ഇനി ഒത്തിരി പരിപാടികൾ വീട്ടിൽ ചെയ്യാനുണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പേരൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നേ. ഇത് ഒരു ചെറിയ ഒരു ബാൽക്കണിയാണ് ഒരു സൈഡിൽ. പിന്നെ ഒരു റൂമുണ്ട്. റൂമിനോടൊപ്പം തന്നെ ബാത്റൂമുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഹാളുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ ഒരു വലിയ ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇത് അടിപൊളി ബാൽക്കണിയാണ്. പിന്നെ ഏരിയ ആണെങ്കിലും നല്ലൊരു കാമൻ കൂളായിട്ടുള്ള ഒരു ഏരിയ. അടുത്തടുത്ത് വീടുകളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അടുത്തടുത്ത് വീടുകളുള്ള സ്ഥലത്തൊക്കെ താമസിക്കാൻ. അപ്പോൾ നല്ലൊരു വീട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനിയും നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് വരാനുണ്ട് കേട്ടോ. നമ്മളാണ് ആദ്യം എത്തിയത്. അപ്പോൾ അവരൊക്കെ ഇനിയിപ്പോൾ വരാറായല്ലോ എന്ന് ചിന്തിച്ച് ഞാനിങ്ങനെ നടന്നപ്പോഴത്തേക്കും ദേ അവർ വന്നു. ഇവരാണ് അവർ. ഇവരെല്ലാവരും ഒരുമിച്ചാട്ടോ വന്നത്. ഞങ്ങളെല്ലാം ഒരു ബാച്ചിലുണ്ടായിരുന്നവരാണ്. അപ്പോൾ ഒത്തിരി നാൾ കൂടി ഇവരെയൊക്കെ കാണുവാണ്. ഭയങ്കര സന്തോഷം. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് കാണാനും സംസാരിക്കാനും ഒന്ന് ഒത്തുകൂടാനും ഒക്കെ എപ്പോഴും ഒന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ കൂടി കണ്ടാലും കണ്ടില്ലേ, ആ ഒരു പഴയ വൈബ് അങ്ങനെ തന്നെയാണ്. എത്ര നാൾ നമ്മൾ കാണാതിരുന്നിട്ട് കണ്ടാലും പണ്ട് എല്ലാവരും എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ കാണുമ്പോഴത്തേക്കും. ആർക്കും വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടാവത്തില്ല. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ റോൾ നമ്പർ 1, 2, 3 ഒക്കെ ഉണ്ട് കേട്ടോ. സോറി, 1 ഇല്ല, 2, 3, 4 എല്ലാവരും ഉണ്ട്. ഞാനത് പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും 1, 2, 3, 4 ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു വൈവയ്ക്കാണെങ്കിലും എല്ലാത്തിനും 1, 2, 3, 4 ആയിരിക്കും ഫസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അത് പറഞ്ഞ് കളിയാക്കാറുണ്ട്.
കൊടുക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് സമീഹിൻ്റെ ഗ്ലാസ് മേടിച്ചൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴവൻ പെട്ടെന്ന് പറഞ്ഞു പവർ ഗ്ലാസ് ആതെന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിച്ചു കൊടുത്തു അതൂരി. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല, എൻ്റെ ഫാമിലി തന്നെയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എനിക്കൊരു ബാക്ക് ബോൺ ആണ്. ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും എല്ലാത്തിനും അവളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇതാണ് ഗൗരിയുടെ വീടിൻ്റെ പാലുകാച്ചാട്ടോ. ഇത് ഗൗരിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അബി, ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഇതാണ് റോൾ നമ്പർ 3. അപ്പോൾ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇത് ഗൗരിയുടെ ഒരു കസിനാണ്. അപ്പോൾ അവളെ താഴ്ത്തുനിന്ന് വിളിച്ചിട്ട് വന്നതാണ് നമ്മുടെ ഫോട്ടോ ഒന്ന് എടുപ്പിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇനി കുറേ ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം, ഇതെല്ലാം സ്റ്റോറി ആക്കണം, സ്റ്റാറ്റസ് ആക്കണം, ഒത്തിരി പണികൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഫോട്ടോസായിട്ടോ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി ഫോട്ടോസ് എടുക്കും, എന്നിട്ട് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ഇടും. ഗൈസ് ഇത് കണ്ടോ, നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാടിനെ പറ്റി കുറ്റം പറയുകയാണ്. അവനൊരു കാഞ്ഞിരപ്പള്ളിക്കാരൻ. മെയിൻ പരിപാടികളിലേക്ക് കടക്കാൻ പോവാണ്, അതായത് ഫുഡ് അടിക്കാൻ പോവാണ്. അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല കല്യാണ ബിരിയാണിയായിരുന്നു. ഞങ്ങൾ വന്നത് തന്നെ ലേറ്റായിട്ടാട്ടോ, പിന്നെ ഫുഡ് കഴിക്കാൻ വന്നതും നല്ല ലേറ്റായി. ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അപ്പോഴും ഫുഡിൻ്റെ അവിടെ തിരക്ക് കുറഞ്ഞിട്ടില്ല, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കാരണം അടിപൊളി ബിരിയാണിയായിരുന്നു, ബിരിയാണിയും നല്ല മസാല ചിക്കനൊക്കെ ആയിരുന്നു. അച്ചാറിൻ്റെ കാര്യം പിന്നെ പറയാതെ വയ്യ കേട്ടോ, അടിപൊളി അച്ചാറായിരുന്നു, നല്ല ഡേറ്റ്സ് അച്ചാറായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ ഇനിയിപ്പോൾ ഞങ്ങളൊന്ന് പോയി കഴിക്കട്ടെ. അപ്പോൾ അത് ഇരിക്കാനായിട്ട് അവിടെ മൊത്തം ടേബിളിലെല്ലാം ഭയങ്കര ഫുഡ് വേസ്റ്റ് ആയിരുന്നു. നേരത്തെ കഴിച്ചിട്ട് പോയവരൊക്കെ പ്ലേറ്റൊക്കെ അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ വട്ടത്തിലിരുന്ന് കഴിക്കാം, കയ്യിൽ പിടിച്ച് കഴിക്കാം. കാരണം എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴത്തേക്കും കയ്യിൽ പിടിച്ച് കഴിച്ചാലൊന്നും ആർക്കും അതൊരു ബുദ്ധിമുട്ടല്ല. ഒത്തിരി നാൾ കൂടിയായിരുന്നു. പണ്ട് നമ്മൾ കോളേജിലൊക്കെ എല്ലാവരും ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ലഞ്ച് കൊണ്ടുവന്നിട്ട് വട്ടത്തിലിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ കഴിക്കും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒത്തിരി നാളായില്ലേ ഇങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ. അപ്പോൾ ഞങ്ങളതൊക്കെ നല്ല എൻജോയ് ചെയ്തു കേട്ടോ. ഇങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ വരണം, എല്ലാവർക്കും ഒരുമിച്ചൊന്ന് ഇരിക്കാനും ഫുഡ് കഴിക്കാനും സംസാരിക്കാനും ഒക്കെ. എന്താണെന്ന് വെച്ചാൽ ഒരു ട്രിപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ഇങ്ങനെ ഫംഗ്ഷനൊക്കെ ആകുമ്പോഴത്തേക്കും ആരും അധികം ഒഴിയില്ല, മാക്സിമം വരാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാവരും കഴിച്ചു. പിന്നെ അച്ചാർ, അടിപൊളി അച്ചാറായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ ഗൗരി കാണുമ്പോൾ വിചാരിക്കും ഞാനായിരിക്കും അച്ചാർ ചേർത്തതെന്ന്. കാരണം ഞാൻ 3-4 പ്രാവശ്യം അച്ചാർ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ ഇനിയിപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ എഴുന്നേറ്റു. ഇനിയിപ്പോൾ വീട്ടിലോട്ട് തിരിച്ചു പോകണം. അബിയുടെ വീട്ടിൽ നിന്ന് ഡാഡി വന്നിട്ടുണ്ടായിരുന്നു. അബിയും ഗൗരിയും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ അവളുടെ വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ സ്വന്തം കൂട്ടുകാരനോടൊപ്പം എന്താ പറയാനുള്ളത്? നല്ല ഫുഡായിരുന്നു. നമ്മുടെ ആധികാരികമായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മലയാളത്തിൽ പറയാം. അതായത് നമ്മളിവിടെ ഗൗരിയുടെ പേര് താമസത്തിന് വന്നിരിക്കുകയാണ്. നല്ല വീടാണ്, കുറേ റൂമുകളൊക്കെ ഉണ്ട്. അത് പറയുന്നില്ല, ബാക്കി പറയാം. നല്ല ഫുഡ്, നമ്മൾ സൂപ്പർ ചിക്കൻ ബിരിയാണി ആയിരുന്നു. എല്ലാവരുടെയും വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഐസ്ക്രീം കഴിക്കാൻ പോകണം. ഗൗരി മാത്രം ചോറാണ് കഴിക്കുന്നത്. എന്താ ബിരിയാണി കഴിക്കാത്ത? ബിരിയാണി ഷോർട്ടായി. അപ്പം നമ്മൾ മാറ്റി സാക്രിഫൈസ് ചെയ്യണമല്ലോ. ഗൈസ് ഫൈനലി എനിക്ക് ഇച്ചിരി ബിരിയാണി കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് അല്ലേ, ഇപ്പം ഇച്ചിരി ബിരിയാണി ടേസ്റ്റ് ചെയ്യണ്ടേ? ഇതൊക്കെ വ്ളോഗ് വരുന്നല്ലേ. ഇതൊക്കെ വീഡിയോ വരുമല്ലേ എന്ന് ചോദിച്ചത് കേട്ടില്ലേ? അപ്പോൾ പിന്നെ ഇടാതിരിക്കുന്നത് മോശമല്ലേ? അതുകൊണ്ട് ഞാൻ എടുത്ത് ചാമ്പി കേട്ടോ. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, എല്ലാവരും കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും ദൂരെ നിന്ന് വന്നവരാണ്. എല്ലാവരും കോട്ടയം സൈഡിൽ നിന്ന് വരുന്നവരാട്ടോ. പത്തനംതിട്ട, കാഞ്ഞിരപ്പള്ളി, പാല ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ ജസ്റ്റ് ബീച്ചിലൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ എന്നാൽ പിന്നെ ഒന്ന് ഇറങ്ങട്ടെ, കാരണം ഇനിയിപ്പോൾ നിന്നാൽ ലേറ്റ് ആവും. ഓക്കെ, അപ്പം ഞങ്ങളിനി ഇറങ്ങട്ടെ. എല്ലാവരും ഇറങ്ങുന്നതിൻ്റെ സന്തോഷ പ്രകടനങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. സോറി, ഇറങ്ങുന്നതിൻ്റെ വിഷമ പ്രകടനങ്ങളാണ്. ഇനിയിപ്പോൾ എല്ലാവരും എന്നാണൊന്ന് ഒത്തുകൂടുന്നത്. ഓക്കെ, അപ്പം ടാറ്റാ, ബൈ ബൈ, സീ യു.